അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറുൽ അബ്സ്വാർ സബക് 22. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വയഹ്റമുൽ ബൗലു, മൂത്രമൊഴിക്കൽ ഹറാമാകും അലൽ മത്ഊമി, ഭക്ഷണ പദാർത്ഥത്തിൻ്റെ മേൽ. എന്തെങ്കിലും നമ്മൾ ഭക്ഷിക്കുന്ന എന്താവട്ടെ ആ ഭക്ഷണ വസ്തുവിൻ്റെ മേൽ മൂത്രമൊഴിക്കൽ ഹറാമാകും. വ അദ്മിൻ, എല്ലിൻ്റെ മേൽ. വ മുഅല്ലമിൻ, ബഹുമാനിക്കപ്പെടുന്ന വസ്തുവിൻ്റെ മേൽ. വ ഖബറിന്മേൽ, ഇവിടൊക്കെ മൂത്രമൊഴിക്കൽ ഹറാമാക്കും. ഒഫി മസ്ജിദിൻ, പള്ളിയിൽ മൂത്രമൊഴിക്കൽ ഹറാമാകും. ഓരോ ഫി ഇനായിൻ, അത് പാത്രത്തിലാണെങ്കിലും ശരി. പള്ളിയിലേക്ക് പോയപ്പോൾ ഒരു പാത്രം കൊണ്ടുപോയി, എന്നിട്ട് പള്ളിയിൽ നിന്ന് പാത്രത്തിലേക്ക് മൂത്രമൊഴിക്കൽ ഹറാമാണ്. അതുപോലെ വഹ്റമു ഇസ്തിഖ്ബാലുൽ കിബ്ല, കിബ്ലക്ക് മുന്നിടൽ ഹറാമാകും. വൈസ്തിദ്ബാറുഹ, കിബ്ലക്ക് പിന്നിടലും ഹറാമാകും. ബി ബൗലിൻ, മൂത്രമൊഴിക്കൽ കൊണ്ടോ ഓയത്തിൻ, കാഷ്ടിക്കൽ കൊണ്ടോ. ഫി സൊഹറായി, മരുഭൂമിയിൽ. ബിലാഹായിൻ, മറ കൂടാതെ. അപ്പോൾ മറ കൂടാതെ വിജനമായ സ്ഥലത്തിൽ മരുഭൂമിയിൽ കാഷ്ടിക്കൽ കൊണ്ടോ മൂത്രമൊഴിക്കൽ കൊണ്ടോ കിബ്ലക്ക് മുന്നിടലും പിന്നിടലും ഹറാമാകും. എന്നാൽ വയുബാഹാനി, ഇവ രണ്ടും അനുവദനീയമാവും. കാഷ്ടിക്കാൻ പറ്റും, മൂത്രിക്കാൻ പറ്റും. ഫിൽ ബുനിയാനി, കെട്ടിടങ്ങളിൽ. അതിനെപ്പോൾ ഇതാ ഖറൂബ, അത് അടുക്കുമ്പോൾ. പിന്നെ സാത്തിരി, മറയോടടുക്കുമ്പോൾ. നെഹ്വ സലാസത്തി അദ്റുഇൻ, 3 മുഴത്തിൻ്റെ അത്ര അടുക്കുമ്പോൾ. ഈ വിസർജിക്കുന്ന വ്യക്തിയുടെയും അതുപോലെ ഈ മറേൻ്റെ ഇടയിൽ എത്ര മുഴം വേണം? 3 മുഴം വേണം. അതിൻ്റെ ഉയരോ അശേഷം പറയുന്നുണ്ട്. വയക്കഫി, മതിയാകും. മുർത്തഫിഉ സുലുസൈ ദിറാഇൻ, ഉണ്ടോ? ആ ഉയരം മതിയാകും. 1 മുഴത്തിൻ്റെ 2/3 മതിയാകും. നമ്മൾ പറഞ്ഞു ഈ വിസർജിക്കുന്ന വ്യക്തിൻ്റെയും ആ മറയുടെ എത്ര ദൂരം വേണം പറഞ്ഞ്? 3 മുഴം. എന്നാൽ ആ മറയുടെ ഉയരത്ര? 3/2 മതിയാകും. അതന്നെ മിൻ ജിദാരിൻ, ചുമരിനാലോ, ചുമരായാലും വിഷയമല്ല. വഹദത്തിൻ, കുയിനാലും. ഒരു കുയിലേക്കിട്ട് ഇറങ്ങിയിട്ട്, അപ്പോൾ കുയി മറയാണല്ലോ, കുയിലേക്കിട്ട് ഇറങ്ങിയിട്ട് കാഷ്ടിച്ച് മുദ്രിച്ചു. അപ്പോൾ മറ എന്ത് വേണം? 1 മുഴത്തിൻ്റെ 3/2 വേണം. അല്ലെങ്കിൽ ദൈലിഹി, അവൻ്റെ തുണിക്കോന്തര, തുണിയുടെ അറ്റുണ്ടാവുമല്ലോ, അതിൻ്റെ ദൈല് പറയും. അവൻ്റെ തുണിക്കോന്തരയാലും. അൽ മുറഖ കുബാലത്തിൽ കിബിലത്തി, കിബിലയിലേക്ക് മുന്നിട്ട ആ താഴ്ത്തിടപ്പെട്ടതായ തുണിക്കോന്തര ഉണ്ടല്ലോ, ആ തുണിക്കോന്തലിനാലോ. ഫൽ ഇഅ്തിബാറു ഫി സൊഹറാഇ വൽ ബുനിയാനി, ഈ സൊഹറായിലും ഈ മരുഭൂമിയിലും അതുപോലെ കെട്ടിടങ്ങളിലുമുള്ള പരിഗണന. ബിസുത്രത്തി, മറ കൊണ്ടുള്ള പരിഗണന. ഫ ഐസു ഖറൂബ മിൻഹ അല സലാസത്തി അദ്റുഇൻ, അത് അടുക്കുമ്പോഴാണ്. 3 മുഴത്തിനേക്കാൾ അതിനോട് അടുക്കുമ്പോഴാണ്. 3 മുഴത്തിനേക്കാൾ കൂടാൻ പറ്റില്ല. വഹിയ, ഈ മറ സുലുസ ദിറാഇൻ, 1 മുഴത്തിൻ്റെ 3/2 വേണമെന്ത്? ഉയരം. മനസ്സിലാ, മറയുടെ ഉയരം എന്താണ്? 1 മുഴത്തിൻ്റെ 3/2 വേണം. എന്നാൽ ജാസഫീഹിമ, ഈ 2 കെട്ടിടത്തിലും സൊഹറായിലും അനുവദനീയമാകും. ഇല്ല, അങ്ങനെയല്ലെങ്കിൽ 1 മുഴത്തിൻ്റെ 3/2 പറഞ്ഞ ഉയരം അതിനേക്കാൾ കുറവാണ്, അല്ലെ 3 മുഴത്തിനേക്കാൾ ദൂരം കൂടുതലാണ്. ഈ രൂപത്തിലാണെങ്കിൽ ഫല, അനുവദനീയമല്ല. ഇല്ലാ ഫിൽ മറാഹിൽ, പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഒഴിക്കുക. പ്രത്യേകം കാഷ്ടിക്കാനോ മുദ്രിക്കാനോ ഇപ്പം ബസ് സ്റ്റാൻഡിലുണ്ടാവും, അല്ലേ? അതുപോലെ അതിനായിട്ടൊരു ടോയ്ലറ്റ് ഉണ്ടാവും. അങ്ങനെ പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സ്ഥലത്തിൽ ഒഴിക്കുക. അതാ പറഞ്ഞ ഫയജൂസു, അനുവദനീയമാൽ കറായത്തോടു കൂടെ. വൈൻ ഭൗത ജിദാറുഹു, അതിൻ്റെ ചുമരെത്ര വിദൂരത്തായാലും ശരി. ഔ കസൂർ, അതിൻ്റെ ഉയരം കുറഞ്ഞാലും ശരി. മനസ്സിലായില്ല? പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സ്ഥലമാണ്, പക്ഷേ അതിൻ്റെ ചുമര് 3 മുഴത്തിനേക്കാൾ ദൂരെയാണ്. ആരെങ്കിലും മറ നോക്കിയപ്പോഴോ 1 മുഴത്തിൻ്റെ 3/2 പറഞ്ഞ് അതിനേക്കാൾ കുറവാണ്. എന്നാൽ കറായത്ത് വരും, ഹറാം വരൂല. മനസ്സിലായോ? ഇൻഷാ അല്ലാഹ് കേട്ട ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.